നമസ്കാരം. ന്യൂട്രീഷൻ ആൻഡ് വെൽനസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് അകമൊഴിഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നൈട്രിക് ഓക്സൈഡിനെ കുറിച്ചാണ്. നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ശരീരത്തിന് അവിഭാജ്യമായ ഒരു ഘടകം തന്നെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾ കൃത്യമായിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫ്ലെക്സിബിളായിട്ടിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്താനും ഇതിനേക്കാളൊക്കെ ഏറെ നമ്മളെ ബ്ലഡ് വെസൽസ് ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായൊരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ്. 30 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ അഭാവം മൂലം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടതും ഹാർട്ടുമായി ബന്ധപ്പെട്ടതുമായ അസുഖങ്ങൾ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയവ. ബ്ലഡ് വെസൽസ് ഹാർഡായിരിക്കുന്നതാണ് ഇതിന് കാരണം. 30 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ബ്ലഡ് വെസൽസ് ഹാർഡായിട്ടിരിക്കും. നൈട്രിക് ഓക്സൈഡിൻ്റെ അഭാവമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. നൈട്രിക് ഓക്സൈഡിൻ്റെ അഭാവം മൂലം നമ്മൾക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ വരുന്നതിന് ഒരുപാട് സാധ്യത കൂടുതലാണ്. നൈട്രിക് ഓക്സൈഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ വേണ്ടി ശാസ്ത്രം ഒരുപാട് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് L-അർജിനൈൻ എന്നൊരു വൈറ്റമിൻ കണ്ടെത്തിയിട്ടുള്ളത്. ഈ L-അർജിനൈൻ വൈറ്റമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്ന് നൈട്രിക് ഓക്സൈഡായിട്ട് മാറുന്നു. നൈട്രിക് ഓക്സൈഡിൻ്റെ മുഖ്യ ജോലി എന്തെന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസുകൾക്ക് സിഗ്നൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലഡ് വെസൽസ് വികസിക്കും, ഫ്ലെക്സിബിളാവും. ഇത് കാരണം ബ്ലോക്കിനുള്ള സാധ്യത വളരെ കുറയും. ഈ രീതിയിൽ ബ്ലഡ് വെസൽസ് നിലനിൽക്കുന്നതാണ് ഏതൊരാൾക്കും ഏറ്റവും ഉത്തമം. ബ്ലഡ് വെസൽസ് എപ്പോഴും ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് കൃത്യമായി ഉൽപ്പാദനം നടക്കണം എന്നർത്ഥം. ഇത് നടക്കാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾക്ക് ബ്ലഡ് വെസൽസ് ഹാർഡാവുകയും സ്ട്രോക്ക്, അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾക്ക്, അതായത് ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന ആഡിറ്റീവ്സ്, പ്രിസർവേറ്റീവ്സ്, കൂടാതെ നമ്മൾ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന ട്രാൻസ് ഫാറ്റ് ഇതെല്ലാം ചേർന്ന് വിസറൽ ഫാറ്റായി മാറി നമ്മുടെ ബോഡിയിൽ ബ്ലഡ് വെസൽസിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് മുകളിലും ഫോം ചെയ്യുന്നത് കാരണമാണ് നമുക്ക് ഫാറ്റി ലിവർ പോലുള്ളതും അതുപോലെ തന്നെ ബ്ലോക്ക്, സ്ട്രോക്കിലേക്കൊക്കെ പോകാനുള്ള മറ്റൊരു കാരണം. ഈ രണ്ട് കാരണങ്ങളോട് കൂടി ചേരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇത് രണ്ടും ഇല്ലാതിരിക്കാൻ നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ കൃത്യമായി മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക, കൂടാതെ നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം ബോഡിയിൽ കൂടാൻ വേണ്ടി കൃത്യമായി നമ്മൾ എക്സസൈസ് ചെയ്യുക. അതോടൊപ്പം നൈട്രിക് ഓക്സൈഡിനെ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻ്റാണ് ഹെർബാലൈഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നൈറ്റ് വർക്ക്, അതുപോലെ തന്നെ ഡാർജുനൈൻ്റെ L-അർജിനൈൻ എന്ന വൈറ്റമിൻ സപ്ലിമെൻറ്റ്. ഈ രണ്ട് സപ്ലിമെൻറ്റുകളിലും ഉള്ളത് L-അർജിനൈൻ തന്നെയാണ്. L-അർജിനൈൻ വൈറ്റമിൻ കണ്ടുപിടിച്ച ആളുടെ പേര് ഡോക്ടർ ലൂയിസ് ജെ ഇഗ്നാരോ. ഇദ്ദേഹത്തിന് ഇതിന് നൊബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഈ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ വികസിപ്പിക്കാൻ വേണ്ട സിഗ്നൽ കൊടുക്കുകയും നൈട്രിക് ഓക്സൈഡായി മാറുകയും ചെയ്താൽ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ബ്ലഡ് വെസൽസിനെ വികസിപ്പിക്കുകയും ബ്ലഡ് വെസൽസ് വികസിക്കുന്നത് കാരണം ബ്ലോക്കിനുള്ള ചാൻസുകൾ ഇല്ലാതാകുകയും ചെയ്യുന്നു, സ്ട്രോക്കിനുള്ള ചാൻസ് ഇല്ലാതാവുന്നു, അതുപോലെ സെക്സ്വൽ വൈറ്റാലിറ്റിക്കുള്ള ചാൻസ് ഇല്ലാതെയാവുന്നു, മസിൽസുകളുടെ പ്രവർത്തനം കൃത്യമാകുന്നു, ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ കൃത്യതയിലേക്ക് വരുന്നു, കൂടാതെ ബ്ലഡിലെ LDL കൊളസ്ട്രോളിനെ കുറച്ച് HDL കൊളസ്ട്രോളിനെ ഇംപ്രൂവ് ചെയ്യാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ഈ തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ ചെയ്യാൻ ഈ നൈട്രിക് ഓക്സൈഡ് കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ന്യൂട്രീഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെൽനസ് സെൻ്ററുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വെൽനസ് കോച്ചസുമായും സംസാരിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ്. ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ആരെങ്കിലും ലിങ്ക് തന്നതാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി നിങ്ങൾക്ക് ആരെങ്കിലും ലിങ്ക് തന്നതാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ്. അതല്ല, ഡയറക്റ്റ്ലി നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കയറിയതാണെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്.
ജീവിത രീതിയിലും വരുത്തേണ്ട മാറ്റങ്ങളും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും പുതിയ പ്രൊഡക്റ്റുകളുമായി, പുതിയ റിവ്യൂകളുമായി, പുതിയ അറിവുകളുമായി വീണ്ടും എത്താം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ ചാനലിൻ്റെയും എൻ്റെയും വിജയം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.